മില്ലി ബോബി ബ്രൗൺ ഹോളിവുഡ് നടിയാണ്. അപ്പോൾ ഈ ഒരു നടിയുടെ ആരാധകരായിട്ട് ഒരുപാട് പേരുണ്ട്. ഞാനും ഈ ഒരു നടിയുടെ ആരാധകനാണ്. പിന്നെ എങ്ങനെ ആരാധകനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രേഞ്ചർ തിങ്സ് പറഞ്ഞ ഒരു സീരീസ് കണ്ട് ഫാനായി മാറിയതാണ്. അപ്പം പിന്നെ അവരുടെ സിനിമകളും ഒക്കെ കാണുന്ന എല്ലാവരും കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സിനിമകൾ. പിന്നെ തെരഞ്ഞു പിടിച്ച് കാണാറുണ്ടായിരുന്നു അവരുടെ സിനിമകളൊക്കെ. എന്നോല ഹോംസൊക്കെ അങ്ങനെ തെരഞ്ഞു പിടിച്ച് കണ്ട സിനിമകളാണ്. അപ്പോൾ തന്നെ ഈ ഗോഡ്സില്ല അതിലൊക്കെ ഉണ്ട്. ഗോഡ്സില്ലയിലൊക്കെ അവരുണ്ടായിരുന്നു എന്നുള്ള പിന്നീടാണ് എനിക്ക് ഈ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടതിന് ശേഷമാണ് ആ ഒരു എന്താ പറയുക ആ ഒരു നടിയായിട്ട് മില്ലിയായിട്ട് ഒരു എന്താ പറയുക ഒരു ഫാനായി മാറിയെന്ന് തന്നെ പറയാം. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി പിന്നെ അവരുടെ ഒരു സിനിമ റിലീസ് ചെയ്തു. ഒരു അമേരിക്കൻ ഡാർക്ക് ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഡാംസൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു എന്താ പറയുക പിന്നെ ഇപ്പം മലയാളത്തിൽ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു മഞ്ഞുമൽ ഗേൾ ആണ് ഇതിൽ പിന്നെ മില്ലി അവതരിപ്പിക്കുന്ന കഥാപാത്രം. പഴയ കാലത്ത് നടക്കുന്ന ഒരു കഥയാണ്. ഡ്രാഗൺ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗുഹയിൽ ഒരു കൊക്കയിൽ വീണ് പോവുക പറഞ്ഞാൽ അത് കഥ നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കാം. അവിടെ ഒരു ഡ്രാഗൺ ഉണ്ടാവും. ആ ഡ്രാഗൻ്റെ അടുത്ത് നിന്ന് നടത്തുന്ന സർവൈവിംഗ് ആണ് ഈ ഒരു സിനിമ മൊത്തം പറഞ്ഞു പോകുന്നതാണ്. ഏകദേശം ഒരു 1.25 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. സിനിമ എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. നല്ലപോലെ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. നല്ല ക്വാളിറ്റിയിൽ വിഷ്വൽ ക്വാളിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമ. ആദ്യത്തെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു മണിക്കൂർ ഫുൾ ആൻഡ് ഫുള്ള് ആ ഒരു ഗുഹയെന്നും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് സിനിമ. പിന്നെ സർവൈവിങ് തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്, സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല പക്ക ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ഡ്രാഗണൊക്കെ സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാം. ആ ഒരു VFX വർക്കും കാര്യങ്ങളൊക്കെ കിടിലായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതെന്ന് പറയാം. പിന്നെ അതിൽ തുപ്പുന്ന ആ ഒരു തീ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു വെറൈറ്റി ആയി തോന്നി. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രാഗൺ സംസാരിക്കുന്ന ഡ്രാഗണാണ്. അതൊരു പ്രത്യേകതയാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഒരു സെറ്റപ്പായി തോന്നി ആ സംസാരിക്കുന്ന ഡ്രാഗൺ എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ആ സംസാരിക്കുന്ന ഡ്രാഗൺ എന്ന് പറയുന്നത്. പക്ഷേ രസമുണ്ടായിരുന്നു. ആ ഒരു തമ്മിലുള്ള ആ ഒരു സംസാരം കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എനിക്ക്. മൊത്തം നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. എന്താ പറയുക ഒരു ക്ലീഷയാണ്, ടിപ്പിക്കൽ ക്ലീഷ സ്റ്റോറി കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും കണ്ടിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ സിനിമയുണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങളത് കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. 1.25 മണിക്കൂറേ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. ഒരു മഞ്ഞുമൽ ഗേൾ എന്ന് പറയാം. ഇപ്പോൾ മലയാളത്തിലെ മഞ്ഞുമൽ ബോയ്സ് തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സർവൈവിങ് സ്റ്റോറിയാണ്. ഒറ്റയ്ക്ക് നേരിടുന്നതാണ്. ഒരു ഡ്രാഗണായിട്ട് ഒറ്റയ്ക്ക് നേരിട്ട് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ പറയാം. ഒരു വൺ ടൈം വാച്ചബിൾ തന്നെയാണ് ഈ ഒരു സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും